ഹലോ ഫ്രണ്ട്സ്, ബ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞ മുന്നേ പുതിയൊരു അടിപൊളി 2 മൈനിങ് ബോട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഹാംസ്റ്റർ 26 ബൈനാൻസിൽ, ബിറ്റ്ഗെറ്റിൽ, OKX ഇങ്ങനത്തെ നല്ല നല്ല എക്സ്ചേഞ്ചസിൽ എല്ലാത്തിലും ലിസ്റ്റ് ആവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ടാപ്പ് ബോട്ട് മൈനിങ് നല്ല രീതിയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഇങ്ങനത്തെ നല്ല നല്ല ബോട്ട്സ് വരുന്ന സമയത്ത് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹാംസ്റ്ററിനെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു 2 ബോട്ടിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇനി നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കാരണം അതിൽ നമ്മൾ നല്ല നല്ല ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഹാംസ്റ്ററിൻ്റെ സീസൺ എന്തായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീസൺ 1 ഈസ് ഓവർ. അപ്പോൾ പുതിയ സീസൺ നമുക്കിപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഡയമണ്ട്സ് ആണ്. ഓക്കെ, ഡയമണ്ട്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഡയമണ്ട്സ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ കുറേ രീതിക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് മുന്നേ നമ്മൾ എയർ ഡ്രോപ്പ് സെക്ഷനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സീസൺ 1 ഈസ് ഓവർ ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് സ്കാമും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇവിടെ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ എയർ ഡ്രോപ്പിൽ നിങ്ങൾ അൺഎലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആയിട്ടുണ്ടാകുക. അപ്പോൾ ആ ഒരു എയർ ഡ്രോപ്പിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണിക്കാൻ വേണ്ടി പറ്റും. കാരണം അവരിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര ടോക്കൺസ് ആണെന്ന് പറഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പുതിയ സീസണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻലി പ്ലേ ഗ്രൗണ്ട് സെക്ഷനിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക. പിന്നെ മിനി ഗെയിംസ്, മൈൻഡ് കാർഡ്സ്. അപ്പോൾ ഈ കാർഡ്സിൽ വേണ്ടത് നമുക്ക് ന്യൂ കാർഡ് ഉണ്ടാവും. 2 ഡയമണ്ട്സ്, 1 ഡയമണ്ട്, 2 ഡയമണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏൺ സെക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ജസ്റ്റ് ഈ യൂട്യൂബ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. കാരണം അവരുടെ യൂട്യൂബ് ചാനലിൽ ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഒരു ടോക്കൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് മാത്രം ചെയ്താൽ മതി. നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വന്ന് അതൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിവാർഡ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫ്രണ്ട് സെക്ഷനിലോട്ട് വരണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടാസ്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ചാനൽ. ഓക്കെ, ആ ടെലിഗ്രാം ചാനൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 1 ടോക്കൺ കിട്ടി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടോക്കൺസ് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഒരു കാർഡ് സെക്ഷനിൽ ന്യൂ കാർഡിൽ വരിക. ന്യൂ കാർഡിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു കാർഡ് നമുക്ക് വാങ്ങിക്കാം എന്തായാലും. ഓക്കെ, ഇവിടെ നമുക്ക് ടൈം നോക്കുന്നുണ്ടെങ്കിൽ ടൈം നല്ല രീതിക്ക് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം വൈപ്പ് ചെയ്യാം. നമ്മുടെ മെയിൻ 2 ചാനലിലോട്ടേക്ക് തന്നെ പോവാം. അതിലത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈനാൻസ് തന്നെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുള്ള മൂൺബിക്സ് ആണ്. അപ്പോൾ മൂൺബിക്സിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് മൂൺബിക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഡെയിലി സ്റ്റേസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിലും നിങ്ങൾക്ക് കുറേ ടാസ്ക് ഒക്കെ ഉണ്ടാവും. ഇവിടെ ടാസ്കിൽ വന്നു കഴിഞ്ഞാൽ ഡെയിലി ഓരോ ടാസ്ക് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ബൈനാൻസ് അക്കൗണ്ട് ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 കോയിൻസ് ഈസി ആയിട്ട് കിട്ടും. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ബൈൻഡിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബൈൻഡ് ഓപ്ഷൻ നമുക്ക് നേരെ നമ്മളെ ചാനൽ നമ്മുടെ ബൈനാൻസ് അക്കൗണ്ടിൽ പോകും. ഇത് ബൈനാൻസുകാരനെ ചെയ്തതാണ്, ഒഫീഷ്യലായിട്ട് ചെയ്തതാണ്. ബൈനാൻസിന് ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യാനും ഇപ്പോൾ ടാസ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് ടാസ്കൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുക. കാരണം ബൈനാൻസിൽ തന്നെ ആയതുകൊണ്ട് എന്തായാലും ബൈനാൻസിൽ ഫസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ലിസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. പിന്നെ നമ്മുടെ സെക്കൻഡ് ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് മിനിഫൈ ടോക്കൺ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡേ ആണെന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ, 2 ഡേ ആണെങ്കിൽ 2 ടോക്കൺ. നിങ്ങളിപ്പോൾ 1000 ദിവസമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 ഈ ഒരു ക്യാറ്റ് ആൻഡ് ഡോഗ്സ് ടോക്കൺ കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നോക്കാം. നമുക്കിവിടെ ഫ്രണ്ട്സിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ഏജ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻലി പിന്നെ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മിമിഫൈ നമ്മുടെ ക്യാറ്റ് ആൻഡ് ഡോഗ്സ് ഒഫീഷ്യലി മ്യൂച്വലി പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് ഇറക്കിയൊരു ടാബ് ബോട്ടാണ്. അപ്പോൾ ഇതെന്തായാലും ലിസ്റ്റ് ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇന്നലെ കാറ്റിസൺ ലിസ്റ്റായി. അപ്പോൾ നമ്മൾ ഹാംസ്റ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാറ്റിസണിൽ മെയിൻലി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ മിസ്സായ ഒരു ടോക്കണാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. എല്ലാവർക്കും ഏകദേശം 200 to 300 ടോക്കൺസ് വരെ കിട്ടിയിട്ടുണ്ട്. അപ് ടു 300 ഒരു നോർമൽ യൂസ് ചെയ്ത ആൾക്കാർക്ക്. അപ്പോൾ $1 ഒരു ടോക്കൺ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും നമുക്കൊരു $200+ സോൾഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടാവും.
$200 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 15,000 പ്ലസ് വന്നു. 15,000 അല്ല, 16,000-17,000 വന്നു. അപ്പോൾ ഈസി ആയിട്ട് ഒന്നും ചെയ്യാണ്ട് ഡെയിലി ജസ്റ്റ് ലോഗിൻ ചെയ്ത് ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് ഇത്രയും പ്രോഫിറ്റ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ടോക്കൺസ് ലിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും. അപ്പോൾ മാക്സിമം പറ്റുന്ന എല്ലാ ടോക്കൺസും നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കുക. ചെറുതായിട്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 5 മിനിറ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 months 3 months കഴിഞ്ഞിട്ട് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 ടോക്കൺസും അതേപോലെ തന്നെ ഹാംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാൻ മതി. എനിക്കറിയുന്ന ഡൗട്ട്സാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മറക്കാതെ പിന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക, കാരണം അതിലായിരിക്കും എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.